ഈ കന്യാകോണിൽ കല്ലിടുക അല്ലെങ്കിൽ വാസ്തു ദേവസങ്കല്പം എന്താണെന്ന് വ്യക്തമായി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമായ ഒരു അറിവ് ഇല്ലാത്ത പല സഹോദരന്മാരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവരുടെ അറിവിലേക്ക് ആ സങ്കല്പം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതൊരു ഹൈന്ദവ സങ്കല്പമാണ്. നാം വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലം അതിനെ ഒരു ചതുരഭൂമിയായി നമ്മൾ മനസ്സിൽ കാണുക, അല്ലെങ്കിൽ അതിന് 4 ദിക്കുകൾ തിട്ടപ്പെടുത്തുക. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ് ദിക്ക് തിട്ടപ്പെടുത്തുക. അതിൽ നമ്മൾ വെക്കാൻ പോകുന്ന വീടിന്റെ അതിന് വാനമെടുക്കുമ്പോൾ അതിന് ആദ്യത്തെ കല്ലിടുന്നത് തെക്കു പടിഞ്ഞാറെ മൂലയ്ക്കായിരിക്കണം. വസ്തുവിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയ്ക്കാണ് കന്യാകോണെന്ന് പറയുന്നത്. അങ്ങനെ അവിടെ കല്ലിട്ട് വേണം പണി ആരംഭിക്കാനെന്ന് അവർ നിഷ്കർഷിക്കുന്നതിന്റെ പിന്നിലെ കാര്യം, ഈ വസ്തുവിനകത്ത് ഒരു പുരുഷൻ കിടക്കുന്നതായിട്ട് സങ്കല്പിക്കണം. വാസ്തുദേവൻ എന്നാണ് അതിന് പറയുന്നത്. വാസ്തുദേവൻ, ഒരു ദേവൻ ഈ ഭൂമിയിൽ കിടക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അദ്ദേഹത്തിന്റെ തല തെക്കു പടിഞ്ഞാറെ മൂലയ്ക്കായിരിക്കും ഇരിക്കുക. കാല് വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് കോൺ വെട്ടിയായിരിക്കും ഇദ്ദേഹം കിടക്കുന്നത്. വലത് കൈ നെഞ്ചത്തും ഇടത് കൈ നേരെ ഷോൾഡറിന്റെ നേരെ പാരലായിട്ട് നിവർന്നും നിൽക്കുന്ന നിലയിൽ ഒരു പുരുഷൻ കിടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതാണ് വാസ്തുദേവൻ. അങ്ങനെ കിടക്കുമ്പോൾ ആ തലഭാഗം വരുന്ന തെക്കു പടിഞ്ഞാറെ മൂലയ്ക്ക് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ച് അവിടെ കല്ലിട്ട് വേണം പ്രാർത്ഥിച്ചാരംഭിക്കാൻ, വീട് പണി തുടങ്ങാൻ. അതേപോലെ തന്നെ പുരുഷ ശരീരത്തിൽ മർമ്മഭാഗങ്ങളുണ്ട്. മർമ്മഭാഗങ്ങളിൽ ഭിത്തി വരാതെ നോക്കണം. അതുപോലെ തന്നെ ഈ പുരുഷൻ കിടക്കുന്ന ഈ പുരുഷന് ഇദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് ഇദ്ദേഹത്തിന് നേരെ നോക്കിയാൽ കാണാൻ കഴിയുന്നിടത്തായിരിക്കണം ഭക്ഷണം പാചകം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ വടക്ക് കിഴക്ക് മൂലയ്ക്കായിട്ട് വേണം അടുക്കള വരാൻ. അതില് തടവാർക്കുക അല്ലെങ്കിൽ അടുപ്പ് കഞ്ഞി ഊറ്റുന്നത് കിഴക്ക് വശത്തുനിന്ന് പടിഞ്ഞാറെ ഭാഗത്തോട്ട് തിരിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ വേണം ഈ അടുപ്പ് വരാൻ. അങ്ങനെ അടുക്കളയ്ക്ക് അതിന്റെ സ്ഥാനമുണ്ട്. അവിടെ ബാത്റൂമുകൾ വെച്ചാൽ അതിന് സ്ഥാനമുണ്ട്. ഭിത്തി കെട്ടുമ്പോൾ അതിന് സ്ഥാനമുണ്ട്. ഇതാണ് അതിന്റെ സങ്കല്പം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വീട് പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് പെരവാസ്തോലി എന്ന് പറയും. പെരവാസ്തോലി എന്ന വാക്കല്ല ശരി, വാസ്തുബലി എന്ന വാക്കാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ചുരുങ്ങി വാസ്തോലിയായി. നമ്മളും പെരവാസ്തോലി എന്ന് പറയാറുണ്ട് പലരും. ആ പെരവാസ്തോലി എന്ന് പറഞ്ഞാൽ ഈ വാസ്തുദേവനെ ഈ അടുപ്പിൽ വെക്കുന്ന ആദ്യത്തെ തീ കൊണ്ട് അഗ്നിദേവൻ അതിൽ പ്രവേശിപ്പിച്ചിട്ട് അവിടെ പാല് കാച്ചണം. പാല് കാച്ചിട്ട് ആ പാല് തിളക്കിയല്ല, തിളച്ച് തൂവണം. അതായത് അത് തിളച്ച് കവിഞ്ഞ് അടുപ്പിൽ വീഴണം. അങ്ങനെ അഗ്നിദേവന് തൃപ്തിയാകണം. അതാണ് പാല് കാച്ചൽ ചടങ്ങ്. ഇത്തരം ചടങ്ങുകളാണ് ഹൈന്ദവരുടെ ഇടയിൽ പ്രചാരത്തിൽ നിൽക്കുന്നത്. അതങ്ങനെ ചെയ്തെങ്കിലേ ആ വീട്ടിൽ ഐശ്വര്യമുള്ളൂ എന്നവർ വിശ്വസിക്കുന്നു. ഇത് അറിയാൻ വയ്യാത്ത ആളുകള് വളരെ ചുരുക്കമാണ്. ഈ വാസ്തുദേവന്റെ കിടപ്പും കാര്യങ്ങളും അറിയത്തില്ലേലും പാല് കാച്ചണമെന്നും അത് തൂവണമെന്നും ഒക്കെ പുതിയ കലത്തിൽ വേണമെന്നും പഴയ കലം വെക്കരുതെന്നും ഒക്കെ പറയുന്ന രീതികൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. ഗൾഫ് രാജ്യങ്ങളിലാണല്ലോ നമ്മുടെ ഗ്രൂപ്പിലുള്ള മിക്ക സഹോദരന്മാരും ഇപ്പോൾ ആയിരിക്കുന്നത്. ഇന്ത്യയിലുള്ളത് വളരെ കുറവായിരിക്കും. ഞാൻ എൻ്റെ ഒരു ഭാവനയെ പറയുക, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മിക്ക ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരുടെയും ഹൃദയങ്ങളിൽ നാട്ടിലെത്തിയിട്ട് നാളെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് മനോഹരമായ ഒരു വീട് വെക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ തന്നെ പലരും വീട് വയ്ക്കുന്നുമുണ്ടാകാം. സഹോദരന്മാരെ, ഇന്ന് നിങ്ങളിത് കേട്ടു. ഇനി നിങ്ങളിത് കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊരിക്കലും നിങ്ങൾ പറയാൻ കഴിയില്ല. നിങ്ങൾ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും ആ ദൈവത്തിന് നന്ദിയും മഹത്വവും കൊടുക്കാതെ ഈ ലോകത്തിന്റെ ദേവശക്തികൾക്ക് മഹത്വം കൊടുക്കുവാൻ അത്തരം പ്രവണതകൾക്ക് നിങ്ങൾ ചുവടുവെച്ചാൽ ആരുടെയെങ്കിലും വാക്കിന്റെയോ നിർബന്ധത്തിന്റെയോ പേരിൽ സ്വന്തമായൊരു നിലപാടും തീരുമാനവും എടുക്കാൻ കഴിവില്ലാതെ എന്തിനെങ്കിലും ഭയന്നിട്ട് പകരം ന്യായീകരണം പറഞ്ഞ് ഇത്തരം ചടങ്ങുകൾക്ക് കൊണ്ടുപോയി കൈകൾ വെച്ചാൽ അത് നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകും. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ സംസാരിക്കുന്ന ചുരുക്കം ചില സഹോദരന്മാർ കേരളത്തിന്റെ അവിടങ്ങളിലായിട്ടുണ്ട്. ദൈവവചനത്തിനു വേണ്ടി തന്നെ നിൽക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന സഹോദരന്മാർ. അവരാ നിലപാടിൽ മുൻപോട്ട് പോകുമ്പോൾ അവരെ നോക്കി സമൂഹം പുച്ഛിക്കാറുണ്ട്. നിങ്ങളെക്കാട്ടി വലിയ ബന്ധക്കോസുകാരെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളെന്താ ഇത്ര വലിയ ആത്മീയത പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പല സന്ദർഭങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, വലിയ പാസ്റ്റർമാർ ചെയ്യുന്നു, പിന്നെ ഇയാൾക്കാണോ ഈ വിഷയത്തിൽ ഇങ്ങനെ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പല സഹോദരന്മാരും പലപ്പോഴും പലയിടത്തും ലജ്ജിക്കേണ്ടി വന്നിട്ടുണ്ട്. സാരമില്ല, ലജ്ജിക്കുന്നതിന് ദൈവം ഞങ്ങൾക്ക് പ്രതിഫലം തരും. പക്ഷേ ആ കാരണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദൈവനാമം ദുഷിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ താങ്കളുടെ ജീവിതത്തിൽ, പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണമേ. അതല്ല ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും അല്ല ആത്മീയത. നമുക്ക് കർത്താവിൽ വിശ്വസിച്ചാൽ മതി, പാട്ടും പാടി അന്യഭാഷയും പറഞ്ഞ് അങ്ങനെയൊക്കെ അതാണ് ഏറ്റവും വലുത്. ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഹൃദയത്തിൽ ഞാൻ ഓക്കെയാ, പുറമേ എനിക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ലും അകത്ത് ഞാൻ ദൈവത്തോട് ഓക്കെയാ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡൊക്കെയാണ് നിങ്ങൾ എടുത്തൊരു പൊത്തുവരത്തരത്തിൽ ഒരു വരെ അഡ്ജസ്റ്റ്മെന്റ് പരുവത്തിൽ പോകാനാണ് താല്പര്യപ്പെടുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പക്ഷേ മറന്നു പോകരുത്, ദൈവത്തിന്റെ ക്രോധം വരാൻ സാധ്യതയുണ്ട്. ഈ പഠനം നടത്തിയിട്ട് ആ യാഥാർത്ഥ്യം നിങ്ങളെ ഞാൻ അറിയിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ കുറ്റക്കാരനായി തീരുമെന്നുള്ളതുകൊണ്ടാണ് ഈ സത്യങ്ങളെ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്.